ഇന്ന് നമ്മൾ ക്യാഷ് കൺവേർഷൻ സൈക്കിളും അതേപോലെ തന്നെ ക്യാഷ് ഫോർകാസ്റ്റിംഗ്, ക്യാഷ് മാനേജ്മെന്റ് അടിയിൽ വരുന്ന രണ്ട് കോൺസെപ്റ്റ് ആണ്. ഇത് രണ്ടും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ക്യാഷ് മാനേജ്മെന്റിൽ ഇനി വരുന്നൊരു പോർഷൻ എന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ സൈക്കിളാണ്. ഇത് ബേസിക്കലി നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിച്ചിട്ടില്ലേ, ആ ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് ഒരു പരിധിവരെ ക്യാഷ് കൺവേർഷൻ സൈക്കിളിലും പറയുന്നത്. ഇറ്റ് ഇസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ മേക്കിംഗ് പേയ്മെന്റ്സ് ഓർ ഔട്ട്ഫ്ലോസ് ആൻഡ് റിസീവിംഗ് പേയ്മെന്റ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഔട്ട്ഫ്ലോസും ഉണ്ട് ഇൻഫ്ലോസും ഉണ്ട് അല്ലെ. നമ്മൾ പേയ്മെന്റ്സ് ചെയ്യുകയും ചെയ്യും, അതേസമയം നമുക്ക് ഇങ്ങോട്ട് പേയ്മെന്റ്സ് വരികയും ചെയ്യും. അത് തമ്മിലുള്ള ടൈം ഡിഫറൻസിനെയാണ് നമ്മൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ ഉള്ളിൽ ക്യാഷ് ഇട്ടിട്ട് അത് തിരിച്ച് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് വരാൻ എടുക്കുന്ന സമയം, അതാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ക്യാഷ് ഡിസ്പേഴ്സ്മെന്റ് ആൻഡ് ക്യാഷ് കളക്ഷൻ. ഓക്കെ, സോ ഇറ്റ് സെയിം ആസ് നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമ്മുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിളും. ഇതിൽ ഡിഫറൻസ് പറയുന്ന ഒന്നേ ഉള്ളൂ. സാധാരണ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ചില ഓതേഴ്സ് പറയാറുണ്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ക്രെഡിറ്റ്, നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ഫോമിൽ നമ്മൾ എന്താ പറഞ്ഞത്, R+W+F+D-C അല്ലെ. അതായത് സി എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് ആണ്. ഈ ക്രെഡിറ്റ് പീരീഡും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിച്ചത്. പക്ഷെ ചില ഓതേഴ്സ് പറയാറുണ്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ജസ്റ്റ് R+W+F+D ആൻഡ് ക്യാഷ് സൈക്കിൾ ആണ് R+W+F+D-C എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. പക്ഷെ നമ്മുടെ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ പഠിച്ച ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ അതേ ഫോർമുല തന്നെ, അതേ കോൺസെപ്റ്റ് തന്നെയാണ് ക്യാഷ് സൈക്കിളിലും വരുന്നത്. ഓക്കെ, സോ ക്യാഷ് സൈക്കിൾ ഇസ് ഈക്വൽ ടു ഇൻവെന്ററി കൺവേർഷൻ പീരീഡ്. ഇൻവെന്ററി കൺവേർഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇട്ടിട്ടുള്ള ഫണ്ട് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻവെന്ററി, റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ് ഗുഡ്സ്, ഈ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻവെന്ററി ആയിട്ട് മാറാൻ എടുക്കുന്ന സമയം, അതാണ് എന്ത് R+W+F പ്ലസ് റിസീവബിൾ കളക്ഷൻ പീരീഡ്. റിസീവബിൾ കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡെറ്റേഴ്സ് തന്നെയാണ് നമ്മുടെ, അതായത് ഡെറ്റ് കളക്ഷൻ പീരീഡ് ആണ് നമ്മുടെ റിസീവബിൾ കളക്ഷൻ പീരീഡ്, മൈനസ് ആവറേജ് പേയ്മെന്റ് പീരീഡ്. ആവറേജ് പേയ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സി അല്ലെ. നമ്മുടെ ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് ആണ് നമ്മുടെ ആവറേജ് പേയ്മെന്റ് പീരീഡ്. അപ്പം അതാണ് ക്യാഷ് സൈക്കിളിന്റെ ഫോർമുല. സെയിം നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ സെയിം ഫോർമുലയാണ്. പിന്നെ ക്യാഷ് ടേൺ ഓവർ. ക്യാഷ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ ക്യാഷ് ടേൺ ഓവർ എന്ന് നമ്മളിവിടെ പറയുന്നത്. ക്യാഷ് ടേൺ ഓവർ ഇസ് എ നമ്പർ ഓഫ് ടൈംസ് ക്യാഷ് ഇസ് ടേൺഡ് ഓവർ ഇൻ ദ ബിസിനസ്. ഒരു ബിസിനസ്സിൽ എത്ര തവണ ക്യാഷ്, ഒരു കൊല്ലത്തിൽ എത്ര ബേസിക്കലി എത്ര ക്യാഷ് സൈക്കിൾസ് വരും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ എത്ര ക്യാഷ് ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ട്, എത്ര തവണ ക്യാഷ് ടേൺഡ് ഔട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര ക്യാഷ് സൈക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ക്യാഷ് ടേൺ ഓവർ. സോ അതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് 365 ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ. ഓക്കെ, പിന്നെ മിനിമം ഓപ്പറേറ്റിംഗ് ക്യാഷ്. ഈ മിനിമം ഓപ്പറേറ്റിംഗ് ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിലെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച അതേ സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ മിനിമം ഓപ്പറേറ്റിംഗ് ക്യാഷ് എന്ന് പറയുന്നത്. മിനിമം ഓപ്പറേറ്റിംഗ് ക്യാഷിന് ഒരു ബിസിനസ്സിന് മിനിമം പെർഫോം ചെയ്യണമെങ്കിൽ എത്ര ഫണ്ട് വേണം, റിക്വയർഡ് ആണ് എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ആ ബിസിനസ്സിന്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണ് അത് ഡിവൈഡഡ് ബൈ ഈ ക്യാഷ് ടേൺ ഓവർ ചെയ്താൽ നമുക്ക് മിനിമം ഓപ്പറേറ്റിംഗ് ക്യാഷ് കിട്ടും. ഓക്കെ, സോ ഇതാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിളിന്റെ കോൺസെപ്റ്റ്. ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, ജസ്റ്റ് ടെർമിനോളജീസിൽ മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. അടുത്തത് ക്യാഷ് ഫോർകാസ്റ്റിംഗ്. സോ ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താണ്, യു ആർ പ്രെഡിക്റ്റിംഗ് സംതിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, അതാണ് ഫോർകാസ്റ്റിംഗ്. സോ ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴും ബേസിക്കലി യു ആർ പ്രെഡിക്റ്റിംഗ് തിങ്സ് അബൌട്ട് ക്യാഷ്. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഇസ് പ്രോസസ് ഓഫ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തേ പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൂ, ക്യാഷ് ഫ്ലോസ് അല്ലെ. ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും, എത്രമാത്രം ഇൻഫ്ലോസ് വരും എത്രമാത്രം ഔട്ട്ഫ്ലോസ് വരും എന്നുള്ളത് അത് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണ്. ആ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ക്യാഷിന്റെ ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ, മുന്നേ കൂട്ടി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. It deals with estimation of cash flows, that is cash inflows and outflows at different stages and offers management an advance notice to take appropriate and timely actions. അതായത് ക്യാഷിന്റെ ഇൻഫ്ലോയിനെയും ഔട്ട്ഫ്ലോയിനെയും, ഫ്യൂച്ചറിലുള്ള ഇൻഫ്ലോയിനെയും ഔട്ട്ഫ്ലോയിനെയും എസ്റ്റിമേറ്റ് ചെയ്യാം. ഡിഫറെന്റ് സ്റ്റേജസിൽ വരാൻ പോകുന്ന ഇൻഫ്ലോസിനെ ഔട്ട്ഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതിനാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതുകൊണ്ട് മാനേജ്മെന്റിന് ഒരു ഓവറോൾ പിക്ചർ കിട്ടും
എത്രമാത്രമാണ് ക്യാഷിന്റെ റിക്വയർമെന്റ്സ് എന്നുള്ളത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ്, ഈ ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ആൻറ്റിസിപ്പേറ്റ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ്. നമുക്ക് ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറിയ ചെറിയ ഫിനാൻഷ്യൽ നീഡുകളെയൊക്കെ, പെട്ടെന്ന് ചെറിയ ചെറിയ ക്യാഷിന്റെ ആവശ്യങ്ങളെയൊക്കെ മുന്നേ കൂട്ടി തന്നെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെൽപ്സ് ഫിനാൻസ് സീസണൽ ബിസിനസ് ഫ്ലക്ച്വേഷൻസ്. നമുക്കറിയാം ചില സീസൺസ് പീക്ക് സീസൺസ് ആണ്, ചില സീസൺസ് ഓഫ് സീസൺസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാഷ് ഫ്ലോസ് ഫോർകാസ്റ്റ് ചെയ്താൽ ഈ പീക്ക് സീസൺസിലൊക്കെ വരുന്ന ഫ്ലക്ച്വേഷൻസിന് നമുക്ക് ഫണ്ട് ഉണ്ടാവും. ഓക്കെ, പീക്ക് സീസണിലൊക്കെ നമുക്ക് കുറച്ചധികം ഫണ്ടിന്റെ ആവശ്യം വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫണ്ട് ഉണ്ടാവും. ദെൻ അസിസ്റ്റ് ഇൻ പ്ലാനിങ് ഡെറ്റ് റിഡക്ഷൻ. നമ്മുടെ ഡെറ്റ് റിഡ്യൂസ് ചെയ്യുക. ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടം, നമ്മൾ ആൾക്കാരുടെ അടുത്ത് എടുക്കുന്ന കടം റിഡ്യൂസ് ചെയ്യുക. അത് റിഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് ക്യാഷിന്റെ ഇൻഫ്ലോസിനെ ഔട്ട്ഫ്ലോസിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഡെറ്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഡെറ്റ് റിഡക്ഷൻ. അസിസ്റ്റ് ഇൻ പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ്, വലിയ ലോങ് ടേമിലേക്കുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്, ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാൻ ക്യാഷ് ഫോർകാസ്റ്റിംഗ് വേണം. കാരണം അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണം, നടക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഫണ്ടിന്റെ ആവശ്യകത നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ നേരത്തെ കൂട്ടി നമുക്ക് പ്ലാൻ ചെയ്യേണ്ടിയിരിക്കും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. ഹെൽപ്സ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട്സ്. നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് ക്യാഷ് പ്ലാനിങ് ചെയ്യാൻ പറ്റിയാൽ ഇത്തരത്തിലുള്ള ക്യാഷ് ഡിസ്കൗണ്ടിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെന്റ്സ് നടത്താനും ഒക്കെ നമുക്ക് നേരത്തെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന കുറേ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഇൻവെന്ററി പർച്ചേസ്. അതേപോലെ തന്നെ ഇൻവെന്ററി പർച്ചേസ്, എപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, ഏത് സമയത്ത് പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പ്ലാൻ ചെയ്യണമെങ്കിലും ക്യാഷ് ഫോർകാസ്റ്റിംഗ് നടക്കണം. കാരണം എപ്പോഴാണ് നമുക്ക് ഫണ്ട് അവൈലബിൾ ആവുക, നമ്മുടെ ഇൻഫ്ലോസ് എപ്പോൾ നടക്കും, നമുക്ക് ആ ഒരു സമയത്ത് എത്ര ഔട്ട്ഫ്ലോസ് വരും എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ആ പർച്ചേസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹെൽപ്സ് ടു ഡിസൈൻ ക്രെഡിറ്റ് പോളിസീസ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ലിബറൽ ആയിട്ട് ക്രെഡിറ്റ് പോളിസി വേണോ, ആൾക്കാർക്ക് കടം കൊടുത്താൽ ലിബറൽ ആയിട്ട് വേണോ ക്രെഡിറ്റ് പോളിസി, അതോ ആൾക്കാർക്ക് കടം കൊടുക്കുമ്പോൾ ഒരു ടൈറ്റ് ക്രെഡിറ്റ് പോളിസി വേണോ എന്നുള്ള ഡിസൈഡ് ചെയ്യാനും സഹായിക്കും. കാരണം നമുക്ക് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ അറിഞ്ഞാൽ അത് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഇൻഫ്ലോസ് വരുന്നുണ്ട് ഫ്യൂച്ചറിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിബറൽ ക്രെഡിറ്റ് പോളിസി ആണെങ്കിലും കുഴപ്പമില്ല, കടക്കാർക്ക് നമുക്ക് പതുക്കെ തന്നാലും കുഴപ്പമില്ല. അതേസമയം അത്ര ഒരു വലിയ ഇൻഫ്ലോ വരുന്നില്ല നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താൽ ഒരു ടൈറ്റ് ക്രെഡിറ്റ് പോളിസിയുടെ ആവശ്യമുണ്ട്. ഇനി പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്യാഷ് ബഡ്ജറ്റ് ആൻഡ് ക്യാഷ് ഫോർകാസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫോർകാസ്റ്റിംഗ് ലോങ് ടേമും ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്. ഷോർട്ട് ടേം ക്യാഷ് ഫോർകാസ്റ്റിംഗിനാണ് പൊതുവെ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയാം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ക്യാഷ് ഫോർകാസ്റ്റിംഗ് നമ്മുടെ ചെറിയ ടേമിലേക്ക്, ചെറിയൊരു ഒരു മാസത്തേക്കോ 3 മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ക്യാഷ് ബഡ്ജറ്റ് എന്നും, ലോങ് ടേമിലേക്ക് ചെയ്യുമ്പോൾ ക്യാഷ് ഫോർകാസ്റ്റിംഗ് എന്നും പറയും, അങ്ങനെ പറയാറുണ്ട്. ഇനി അല്ലാണ്ട് ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഇസ് കൺസേൺ വിത്ത് പ്രോബബിൾ ഇവന്റ്സ്. ഇത് ലോങ് ടേം ആയതുകൊണ്ട് തന്നെ ക്യാഷ് ഫോർകാസ്റ്റിംഗ് എപ്പോഴും പ്രോബബിൾ ഇവന്റ്സ്, നടക്കുമായിരിക്കും എന്ന് തോന്നുന്ന ഇവന്റ്സിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് ചെയ്യുക, അല്ലെ. ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യണം, മേ ബി ഒരു ഫുൾ കൊല്ലം അല്ലെങ്കിൽ ഒരു 2 കൊല്ലത്തേക്കൊക്കെ ആണ് നമ്മൾ ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്യുക. അപ്പൊ അത് നടക്കാൻ സാധ്യതയുള്ള ഇവന്റ്സിനാണ്. ക്യാഷ് ബഡ്ജറ്റ് റിലേറ്റ്സ് ടു പ്ലാൻഡ് ഇവന്റ്സ്. ക്യാഷ് ബഡ്ജറ്റിന് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി നടക്കാൻ പോകുന്ന ഒരു ഇവന്റ്, നമുക്ക് ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന ഉറപ്പുള്ളൊരു ഇവന്റ്, പ്ലാൻഡ് ഇവന്റ് ആണ്. ആ ഇവന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സും അല്ലെങ്കിൽ ആ ഇവന്റിൽ ഉണ്ടാവുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും നമ്മൾ നോട്ട് ചെയ്യുന്നതിനാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിന് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടക്കാൻ പോകുന്നുണ്ട്. ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നേരത്തെ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു, അതാണ് ക്യാഷ് ബഡ്ജറ്റ്. അപ്പോൾ അതെപ്പോഴും ഓൾറെഡി പ്ലാൻ ചെയ്തൊരു ഇവന്റിന്റെ മുകളിലായിരിക്കും ക്യാഷ് ബഡ്ജറ്റിംഗ് നടക്കുക. Then tentative estimate. ഓക്കെ, ടെൻറ്റേറ്റീവ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഒരു പ്രോബബിൾ ഇവന്റിന്റെ മുകളിൽ നടക്കുന്നതായതുകൊണ്ട് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റില്ല, ടെൻറ്റേറ്റീവ് ആണ്, ടെമ്പററി ആണ്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടാർഗറ്റ് ഫിക്സ്ഡ് ഫോർ എ പീരീഡ്. ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ബഡ്ജറ്റ് തന്നെ ഒരു ടാർഗറ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ക്യാഷ് ബഡ്ജറ്റ് ഇട്ടാൽ അത് ശരിക്കും ഒരു എസ്റ്റിമേറ്റ് എന്നതിനപ്പുറത്തേക്ക് അതൊരു ടാർഗറ്റ് ആണ്. അതായത് അതായിരിക്കണം നമ്മുടെ ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ്, അതിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മുടെ ചെലവുകൾ നമ്മുടെ ഔട്ട്ഫ്ലോസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കണം, നമ്മുടെ ഇൻഫ്ലോസ് ആ ഒരു തോതിൽ നമുക്ക് വരണം, അതാണ്. പിന്നെ പെർക്വിസിറ്റ് ഫോർ ക്യാഷ് ബഡ്ജറ്റ്, അതായത് ക്യാഷ് ഫോർ ബഡ്ജറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്യണം. ആൻഡ് ഡൺ ആഫ്റ്റർ ക്യാഷ് ഫോർകാസ്റ്റിംഗ്, ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്തതിന് ശേഷമേ നമുക്ക് ബിസിനസ്സിൽ ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
പിന്നെ ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഇസ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഞാൻ പറഞ്ഞു ഒരു വ്യൂ ഉള്ളത് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ഷോർട്ട് ടേം ക്യാഷ് ഫോർകാസ്റ്റിങ്ങിനെയാണ് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുക, അങ്ങനെ പറയാറുണ്ട്. ക്യാഷ് ബഡ്ജറ്റ് ഷോർട്ട് ടേം ആണ്. ഒരു ബഡ്ജറ്റ് നമ്മൾ എപ്പോഴും ഒരു ഇവന്റിന്റെ മുകളിൽ ഒക്കെ ഉണ്ടാക്കുള്ളൂ. അതും പിന്നെ അല്ലെങ്കിൽ തന്നെ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ്സ് ഉണ്ടാക്കുക. ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഇസ് എ പ്ലാനിങ് ടൂൾ. ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് പ്ലാൻ ചെയ്യാനാണ്. അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചെലവുകളും ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ. ക്യാഷ് ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾ ടൂളാണ്. ഇറ്റ്സ് എൻ എഫക്റ്റീവ് കൺട്രോൾ ടൂൾ. അതായത് നമുക്ക് ഓൾറെഡി ഒരു ഇവന്റ് നടക്കുന്ന അറിയാം. അപ്പോൾ ആ ഇവന്റിന്റെ ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് ഒക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുക, അതിനെ പുറത്ത് പോവാതെക്കാൻ, അങ്ങനെ ഒരു കൺട്രോൾ മെക്കാനിസമാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന ടെക്നീക്സ് ഓഫ് ക്യാഷ് ഫോർകാസ്റ്റിംഗ്. ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നീക്സ്, അതായത് മെത്തേഡ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഇതിനെ ക്യാഷ് ബഡ്ജറ്റ് മെത്തേഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റേറ്റീവ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതായത് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഇപ്പോൾ ഒരു 2022 ക്യാഷ് ഫോർകാസ്റ്റിംഗ് ആണെങ്കിൽ 2022 വേണ്ടിയിട്ട് നമ്മൾ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ആൻഡ് അതിനെ ഒരു ഫോർകാസ്റ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ എല്ലാ ഫിഗേഴ്സും എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിഗേഴ്സ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്ത് എക്സ്പെൻസസും റെസീപ്റ്റ്സും പേയ്മെന്റ്സും ഒക്കെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യും ടു ഫൈൻഡ് ഔട്ട് ഡെഫിസിറ്റ് ഓർ സർപ്ലസ് ഫോർ ക്യാഷ് ഫോർ ദ മന്ത്. എന്നിട്ട് ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, അതായത് 2020 വരാൻ പോകുന്ന നമ്മൾ അസ്യൂം ചെയ്യുന്ന റെസീപ്റ്റ്സും അസ്യൂം ചെയ്യുന്ന പേയ്മെന്റ്സും കൂടി എഴുതിയിട്ട് വാട്ട് ഈസ് എ ഡിഫറൻസ്, അതിൻ്റെ ഡിഫറൻസ് ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ എന്ന് നമ്മൾ നോക്കും. ഓക്കെ, അതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് മെത്തേഡ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്രൈമറി സോഴ്സ് ഓഫ് റെസിപ്റ്റ് എന്താണ്? സെയിലാണ്. ഏറ്റവും അധികം കൂടുതൽ റെസിപ്റ്റ് വരുന്ന സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ഒക്കെ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ടൈം ഓഫ് റിയലൈസേഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽ. വെറുതെ സെയിൽസ് മാത്രം ഫോർകാസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. എപ്പോഴാണ് നമുക്ക് ആ സെയിൽ ക്രെഡിറ്റ് സെയിൽ റിയലൈസ്ഡ്, അതായത് നമ്മൾ ക്രെഡിറ്റിന് സാധനം വിറ്റ എന്നാണ് നമുക്ക് ആക്ച്വൽ അതിൽ നിന്ന് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സെയിൽസ് വോളിയം ഇസ് ഓൾസോ കൺസിഡർഡ്. എത്ര വോളിയം സെയിൽസ് നടക്കുന്നുണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ ബാഡ് ഡെറ്റ്സ് കൺസിഡർ ചെയ്യണം. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ റെസിപ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതർ സോഴ്സസ്, ഇത് കൂടാണ്ട് സെയിൽ കൂടാണ്ട് മറ്റ് സോഴ്സസ് നമുക്ക് ഇൻകം വരാനുണ്ട്. അതായത് ഇൻട്രസ്റ്റ് വഴി, ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡിവിഡൻഡ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ സെയിൽസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പേയ്മെന്റ്സ്, വരാനിരിക്കുന്ന പേയ്മെന്റുകൾ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, സാലറി, വേജ്, ടാക്സ്, അങ്ങനെ നമുക്ക് പേയ്മെന്റ് സപ്ലൈ, നമുക്ക് ആലോചിക്കാവുന്ന എല്ലാ പേയ്മെന്റ്സും സമ്മറൈസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് സർപ്ലസോ ഡെഫിസിറ്റോ ഒന്ന് നോക്കാം. അതൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് സർപ്ലസ് ആണെങ്കിൽ നമുക്ക് അത്രയും ക്യാഷ് കൂടുതലുണ്ട്, അതേസമയം ഡെഫിസിറ്റ് ആണെങ്കിൽ നമുക്ക് അത്രയും ക്യാഷ് ഷോർട്ടേജ് ഉണ്ട് നമുക്ക് മനസ്സിലാവും. അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡ്. അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം മെത്തേഡിൽ നമ്മൾ എന്ത് വെച്ചാൽ ഒരു തരം ബാലൻസ് ഷീറ്റ് പോലെ തന്നെ, ഒരു ടെൻറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ് പോലെ തന്നെ നമ്മളൊരു സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മറ്റേ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സോഴ്സസ് ഓഫ് ഫണ്ട് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട്, ഇത് രണ്ടുമാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ബിസിനസ്സിൽ ഏതൊക്കെ സോഴ്സസ് ഉണ്ട്, ഫണ്ട് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ സോഴ്സ് നമുക്കുണ്ട്, പിന്നെ യൂസസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, ഇത് രണ്ടും എസ്റ്റിമേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മുടെ നെറ്റ് ഇൻകം ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഹിയർ വി ലുക്ക് വെദർ നീഡ് ഫോർ ക്യാഷ് ക്യാൻ ബി മെറ്റ് ഫ്രം ഇന്റേണൽ സോഴ്സ് or not. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫണ്ടിന് വരാൻ പോകുന്ന നീഡ്, ഫണ്ട് റിക്വയർമെന്റ് നമുക്ക് ഇന്റേണൽ സോഴ്സ്, ഈ സോഴ്സസ് ഓഫ് ഫണ്ടിൽ തന്നെ ഇന്റേണൽ സോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ഫണ്ട് ചെയ്യാൻ പറ്റുമോ, അത് വേറെ ഏതെങ്കിലും സോഴ്സ് നോക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ബാലൻസ് ഷീറ്റ് അപ്രോച്ച് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് പോലെ തന്നെ, മറ്റേത് റെസിപ്റ്റ്സും പേയ്മെന്റ്സും ആണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റിനെ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്, അതായത് അടുത്ത കൊല്ലം 2022 ആണെങ്കിൽ 2022 നമ്മൾ ഉണ്ടാവാൻ പോകുന്ന ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ ഇന്നേ ഫോർകാസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ എല്ലാ അസറ്റും ലയബിലിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യും, എക്സ്ക്ലൂഡിങ് ക്യാഷ് ഒഴികെ ബാക്കിയുള്ള എല്ലാ അസറ്റും ലയബിലിറ്റിയും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് എഴുതും. എന്നിട്ട് അപ്പോൾ ഡിഫറൻസ് വരുന്ന ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. കാരണം ബാലൻസ് ഷീറ്റ് എപ്പോഴും ടാലി ആയിരിക്കണം, അസറ്റും ലയബിലിറ്റിയും ടാലി ആയിരിക്കണം. എല്ലാ ഫിഗേഴ്സും എഴുതിയാൽ പിന്നെ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ക്യാഷിൻ്റെ റിക്വയർമെൻറ്റ്.
Then percent sale approach, ഇതാണ് most common approach. Here both profit and loss and balance sheet is forecasted. ഈ ഒരു മെത്തേഡിൽ നമ്മൾ രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും നമ്മൾ ഇതേപോലെ ഫ്യൂച്ചറിന്റെ ബാലൻസ് ഷീറ്റും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓരോ ഐറ്റം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ അതിൽ എക്സ്പെൻസസ് ഉണ്ട്, പിന്നെ റിസീപ്റ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക. ഇറ്റ് ഇസ് ഫോർകാസ്റ്റഡ് ആസ് എ പെർസെന്റ് ഓഫ് സെയിൽസ്. നമ്മുടെ സെയിൽസിന്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്നുള്ള നിലയ്ക്കാണ് ഇതിനെയൊക്കെ ഫോർകാസ്റ്റ്. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാൽ 10% ഓഫ് സെയിൽസ്, അല്ലെങ്കിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. അങ്ങനെയാണ് ഓരോ ഐറ്റത്തിനെയും ഫോർകാസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി പെർസെന്റ് ഓഫ് സെയിൽസ് വിൽ ബി ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയേഴ്സ് ഫിഗേഴ്സ് ഓർ കറന്റ് ഇയർ സെയിൽസ് ഓർ ആവറേജ് സെയിൽസ് ഓവർ ഇയേഴ്സ്. അപ്പോൾ ഈ സെയിൽസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ കൊല്ലത്തെ കറന്റ് ഇയറിലെ സെയിൽസ്, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ സെയിൽസ്, അല്ലെങ്കിൽ കുറച്ചധികം കാലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന സെയിൽസ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് നമുക്ക് ആ സെയിൽസിന്റെ മുകളിൽ നമുക്ക് അതിന്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് എക്സ്പെൻസസിനെയും അസറ്റിനെയും ലയബിലിറ്റിയും ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ഇതൊന്നും കൂടാണ്ട് പ്യോർലി സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട് ക്യാഷ് ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ. മൂവിങ് ആവറേജ്, റിഗ്രഷൻ അനാലിസിസ്, സിമുലേഷൻ ഒക്കെയാണ് ചില പ്യോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, സയന്റിഫിക് ടൂൾസ് ഫോർ ഫോർകാസ്റ്റിംഗ് ഓഫ് ക്യാഷ്.